ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇത്തവണ T20 വേൾഡ് കപ്പിൽ ഏറ്റവും പരിപൂർണമായൊരു ടീമുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത് എന്ന് വേണം പറയാൻ. ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നതും ഇത്തവണ ഇന്ത്യൻ ടീമിന് തന്നെയാണ്. അടുത്ത കാലത്ത് പല റെക്കോർഡുകളും എടുത്തു നോക്കിയാൽ പോലും ഇന്ത്യൻ ടീം വളരെ മുന്നിലാണ്. 38 മത്സരങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ പരാജയപ്പെട്ടത് 6 മത്സരത്തിൽ മാത്രം. അവസാനമായി ന്യൂസിലൻഡിനെതിരെ 4-1 പരമ്പര വിജയമാണ് ഇന്ത്യ നേടിയത്. ഇത്തവണത്തെ ഇന്ത്യൻ സ്ക്വാഡിലെ ഓരോ കളിക്കാരൻ്റെ പ്രകടനം എടുത്തു നോക്കിയാലും വേൾഡ് കപ്പ് നേടിയെടുക്കാൻ ശക്തരാണവർ. സത്യത്തിൽ ഇതുപോലൊരു കംപ്ലീറ്റ് ടീം ഒരു പക്ഷേ ഇന്ത്യക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. അത്തരത്തിലാണ് ഓരോ കളിക്കാരുടെയും പ്രകടനം. അതിൽ എടുത്തു പറയേണ്ടത് അഭിഷേക് ശർമ്മയുടെ പ്രകടനം തന്നെയാണ്. ഈ അടുത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു ഓപ്പണർ ഇന്ത്യൻ ടീമിന് ലഭിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. 88 സിക്സുകളാണ് ഈ ഒരു കാലയളവിൽ അഭിഷേക് ശർമ്മയുടെ ബാറ്റിൽ നിന്ന് ഗാലറിയിലേക്ക് പതിച്ചത്. വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻ ഷായ് ഹോപ്പാണ് 2ാം സ്ഥാനത്തുള്ളത്. അത് വളരെ പിറകിലാണ്. 50 സിക്സുകൾ മാത്രമാണ് ആ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുള്ളത്. ഒരു വർഷത്തോളം ഫോം നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിലായ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഡബിൾ സ്ട്രോങ്ങിലാണ് ഇപ്പോൾ തിരിച്ചു വന്നിട്ടുള്ളത്. അതും ഇന്ത്യൻ ടീമിന് മുൻതൂക്കം നൽകുന്നുണ്ട്. കൂടാതെ ഇഷാൻ കിഷൻ, സഞ്ജു സാംസൺ നിലവിൽ ഫോമിലല്ലെങ്കിൽ പോലും അപകടകാരിയാണ്, നമുക്കറിയാവുന്നതാണ്. ഇഷാൻ കിഷൻ ഇപ്പോൾ മിന്നും ഫോമിലാണ്. മാത്രമല്ല പരിക്ക് പറ്റി പുറത്തായിരുന്ന തിലക് വർമ്മ തിരിച്ചെത്തുന്നു. USA-ക്കെതിരെയുള്ള സന്നാ മത്സരത്തിൽ തിലക് വർമ്മ കളിച്ചിരുന്നു. 38 റൺസ് സ്കോർ ചെയ്തിരുന്നു. മധ്യനിരയിൽ ഹാർദിക് പാണ്ഡ്യയാണെങ്കിലും ഫിനിഷിങ്ങിൽ റിങ്കു സിംഗ്, ശിവൻ ദൂബെ, ഇതുപോലെ തന്നെ ഹർഷിത് റാണയോ അക്സർ പട്ടേലോ രണ്ടിലൊരാളായിരിക്കും ടീമിൽ ഇടം പിടിക്കുക. അതല്ലെങ്കിൽ മറ്റൊരു സാധ്യത വാഷിംഗ്ടൺ സുന്ദർ. ഇവർ 3 പേരാണെങ്കിലും ബൗളിങ്ങിന് പുറമെ ബാറ്റിങ്ങിലും കരുത്തു കാട്ടുന്ന കളിക്കാരാണ്. അതും വാലറ്റത്ത് ഇന്ത്യക്ക് ഗുണം ചെയ്യും എന്നതിൽ സംശയമില്ല. ബൗളിംഗ് എടുത്തു നോക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു പക്ഷേ ബുംറയേക്കാൾ അപകടകാരി വരുൺ ചക്രവർത്തി തന്നെയായിരിക്കും. ഇപ്പോഴും വരുൺ ചക്രവർത്തിയുടെ പന്തുകൾ കളിക്കാൻ മിക്ക ടീമുകളും പ്രയാസപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വരുൺ ചക്രവർത്തിയുടെ 4 ഓവറുകൾ അതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ കിരീടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡെത്ത് ഓവറിൽ ഇന്ത്യക്ക് ഭയക്കേണ്ടതില്ല. ബുംറ തന്നെയാണ് അതിൻ്റെ ലീഡർ സ്ഥാനത്തുണ്ടാവുക. ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ബുംറ, വരുൺ ചക്രവർത്തി, പുറമെ ഹർഷദീപ് സിംഗ്. പിന്നെയുള്ള ബൗളേഴ്സിലേക്ക് വരുമ്പോൾ അത്ര നമുക്ക് സ്ട്രെങ്ത് കാണാൻ കഴിയില്ലെങ്കിൽ പോലും ഹർഷിത് റാണയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ബാറ്റിങ്ങിൽ ഉപകാരപ്പെടുന്ന ഒരു കളിക്കാരനാണ്. ഹർഷിത് റാണയേക്കാൾ ക്യാപ്റ്റന് വിശ്വസിച്ച് പന്തേൽപ്പിക്കാൻ കഴിയുന്ന ബോളറാണ് അക്സർ പട്ടേൽ ബാറ്റിങ്ങിലും മോശമല്ലാത്ത പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. വാഷിംഗ്ടൺ സുന്ദർ ആയാലും ബൗളിങ്ങും ബാറ്റിങ്ങും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും. അതുപോലെ തന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരീക്ഷിക്കാവുന്ന നല്ലൊരു ബൗളർ തന്നെയാണ് കുൽദീപ് യാദവും. ഏതു സമയത്തും എതിർ ടീമിൻ്റെ ബാറ്റിംഗ് നിരയിൽ നാശം വിതക്കാൻ കഴിവുള്ള സ്പിന്നർ തന്നെയാണ് കുൽദീപ്. ഏതു നിലയ്ക്ക് എടുത്തു നോക്കിയാലും ഏറ്റവും മികച്ച ടീം ഇന്ത്യ തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. മാത്രമല്ല ഇത്തവണ വേൾഡ് കപ്പ് നേടാനായാൽ ഇന്ത്യക്ക് മറ്റൊരു റെക്കോർഡ് കൂടി നേടിയെടുക്കാൻ സാധിക്കും. 2007 തുടങ്ങിയ T20 വേൾഡ് കപ്പിൽ ഇതുവരെ 2 തവണ ചാമ്പ്യന്മാരായിട്ടുള്ള ടീം, ഒന്ന് ഇന്ത്യയും 2007 ആദ്യ സീസൺ ചാമ്പ്യന്മാരായത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീമായിരുന്നു. 2007 2024 ഇന്ത്യ 2 തവണ ചാമ്പ്യന്മാരായിട്ടുള്ളത്. 2 തവണ ചാമ്പ്യന്മാരായ മറ്റൊരു ടീം വെസ്റ്റ് ഇൻഡീസാണ്. 2012 2016. 2 തവണ വീണ്ടും ചാമ്പ്യന്മാരായിട്ടുള്ള വേറൊരു ടീം ഇംഗ്ലണ്ടാണ്. 2010 2022 ഈ വർഷങ്ങളിലാണ് ഇംഗ്ലണ്ട് 2 തവണ ചാമ്പ്യന്മാരായത്. ഓരോ തവണ ചാമ്പ്യന്മാരായ ടീമുകൾ പാകിസ്ഥാൻ, ശ്രീലങ്ക, ഓസ്ട്രേലിയ, ഇങ്ങനെ 6 ടീമുകളാണ് ഇതുവരെ T20 വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. അതിൽ 2 വീതം ചാമ്പ്യന്മാരായ ടീമുകളാണ് വെസ്റ്റ് ഇൻഡീസ്, ഇംഗ്ലണ്ട്, ഇന്ത്യ. ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ഇത്തവണ എന്ന് നേരത്തെ പറഞ്ഞതാണ്. ആ ഒരു സാധ്യത ഗ്രൗണ്ടിലും നടപ്പാക്കി കഴിഞ്ഞാൽ ഇന്ത്യ ഹാട്രിക് കിരീടത്തോടെ
ചരിത്രം സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ത്യയുടെ 3 മത്സരങ്ങൾ ഇന്ത്യയിൽ വെച്ച് തന്നെയാണ്. പാകിസ്ഥാനെതിരെയുള്ള മത്സരം മാത്രമാണ് ഗ്രൂപ്പ് തലത്തിൽ ഇന്ത്യക്ക് ശ്രീലങ്കയിൽ കളിക്കേണ്ടത്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കുമോ എന്നതിൽ ഇതുവരെ ഉറപ്പായിട്ടില്ല. പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുമായിട്ടുള്ള മത്സരം ബഹിഷ്കരിക്കുമെന്നാണ്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ കളിക്കില്ല എന്ന് പറഞ്ഞതിന് പീറ്റേഴ്സണും ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഫൈനലിൽ എത്തിയാൽ നിങ്ങൾ ഇന്ത്യക്കെതിരെ കളിക്കില്ലേ? പീറ്റേഴ്സൺ മാത്രമല്ല, അശ്വിനും ആ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ആരാധകരുടെ മറുപടി വളരെ രസകരമാണ്. അതിന് പാകിസ്ഥാൻ ഫൈനലിൽ എത്തിയിട്ട് വേണ്ടേ എന്നാണ് ആരാധകർ ചോദ്യം ചോദിക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യക്കെതിരെയുള്ള മത്സരം ബഹിഷ്കരിച്ചാൽ പാകിസ്ഥാന് കനത്ത വില നൽകേണ്ടി വരും എന്നതിലൊരു തർക്കവുമില്ല. ചാമ്പ്യന്മാരായിക്കൊണ്ട് ഹാട്രിക് നേട്ടം കൈവരിക്കാൻ ഇന്ത്യൻ ടീമിന് സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിട. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.